ഹലോ പ്രീതി ക്യൂട്ടീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഓണത്തിൻ്റെ 10 പായസം സീരീസിൻ്റെ 7ാമത്തെ പായസമായിട്ട് വെക്കുന്നത്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് സ്പെഷ്യൽ പായസമാണ്. നമ്മൾ ഇതുവരെയ്ക്കൊക്കെ നമ്മുടെ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന പായസങ്ങളാണല്ലോ വെച്ചിരുന്നത്. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് പിടിക്കാം. അല്ല, സൗത്ത് ഇന്ത്യ മാത്രം പോരല്ലോ, നോർത്ത് ഇന്ത്യക്കാർക്ക് ഇനി ഒരു വിഷമം വേണ്ട. അപ്പോൾ നമ്മളിന്ന് നോർത്ത് ഇന്ത്യക്കാരുടെ കീറാണ് വെക്കുന്നത്. ആക്ച്വൽ കീറാണോ എന്ന് ചോദിച്ചല്ല, നമ്മുടേതായ രീതിക്ക് ചെറിയ തോതിലൊന്ന് മാറ്റം വരുത്തിയിട്ടുള്ള തട്ടിക്കൂട്ട് കീറ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വെക്കാൻ പോകുന്നത് റൈസ് കീറാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, എല്ലാവരും ഓട്ടിവാ, നമുക്ക് കാണാം എങ്ങനെയാന്ന്. അപ്പൊ നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ പാല് തിളക്കട്ടെ കേട്ടോ. പാല് തിളയ്ക്കുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് കുതിർത്തി വെച്ച അരി ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പാലൊക്കെ ഏകദേശം തിളയ്ക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പാലിന് സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഇളക്കാട്ടോ. ഇളക്കി പാലിലോട്ട് യോജിപ്പിക്കുക. നമ്മൾ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. സ്കിംഡ് മിൽക്കിനേക്കാളും എപ്പോഴും പായസം വെക്കാൻ നല്ലത് ഫുൾ ഫാറ്റ് മിൽക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ പാക്കറ്റ് പാലിനേക്കാളൊക്കെ നല്ലത് കറക്കണോടത്തു നിന്നൊക്കെ നേരിട്ട് കിട്ടുന്ന പാലൊക്കെ ഇല്ലേ, അതൊക്കെ ആകുമ്പോൾ അതിലൊട്ടും തന്നെ അതിൻ്റെ ഫാറ്റ് മൂവ് ആയി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏത് പായസം വെക്കായാലും. അതിൻ്റെ പാലൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഈ കൈമരി ഇല്ലേ, കൈമ അല്ലെങ്കിൽ ജീരകശാല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി അരി, അതാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അരിക്ക് പകരം ബസ്മതി അരിയോ അതല്ലെങ്കിൽ പച്ചരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് ഈ കൈമരി ആയിരിക്കും. അത് നല്ലൊരു സ്മെല്ലാ. അതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണം അതിന്. അപ്പോൾ ഈ അരി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അരി ഇതിൽ കിടന്നിട്ട് നല്ലപോലെ വെന്ത് പാകണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചേക്കണം നട്ട്സ് ചേർക്കാം കേട്ടോ. പിസ്ത, കാഷ്യൂ, പിന്നെ ബദാം, ഇത്രയും നട്ട്സ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നോക്കണം കേട്ടോ. ഇത് നോക്കി, ഇത് നമ്മളൊരു 5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കേട്ടോ. ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ചേർത്താൽ കൊള്ളാൻ തോന്നി. അപ്പം ഞാൻ അതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കൂടി. നട്ട്സ് താല്പര്യമില്ലാത്തവർക്ക് ഇതിൽ കുറവ് ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് അരി വേവട്ടെ കേട്ടോ. നമ്മുടെ അരി ചേർത്ത് കഴിഞ്ഞിട്ട് പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കുക്കറൊന്ന് അടച്ചു വെക്കാം ഒരു 20 മിനിറ്റ്. ഇത് വീസിലടിക്കാണ്ട് പ്രത്യേകം നോക്കാട്ടോ. വീസിലടിച്ചു കഴിഞ്ഞാൽ പാല് ചീറ്റിപ്പോവും. കുറച്ച് വലിയ കുക്കറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാല് അങ്ങനെ പെട്ടെന്ന് ചീറ്റിപ്പോകുന്നില്ല. അപ്പോൾ ചെറിയ കുക്കറൊക്കെ എടുക്കണത് ഇത് വീസിലടിക്കാണ്ട് നോക്കാം. വീസിലടിക്കാൻ പോകണമെന്നൊക്കെ തോന്നുകയെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തുനിന്ന് ഒന്ന് നീക്കി വെക്കുക. അപ്പോൾ ഇത് 20 മിനിറ്റോളം ഇരിക്കട്ടെ. അരി നല്ലപോലെ വേവണം. അപ്പം നമ്മുടെ പായസം അവിടെ അടുപ്പത്ത് നോക്കി, അടുപ്പത്തിരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാനാട്ടോ, വേറൊന്നുമല്ല. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ചാനലൊക്കെ ആദ്യമായിട്ട് തുടങ്ങണതിൻ്റെ എല്ലാ പരിഭ്രമത്തോടും കൂടിയിട്ടാണ് ചാനലൊക്കെ തുടങ്ങിയത്. വളരെ കുറച്ച് ദിവസം കൊണ്ട് 20 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഞാനതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ, എന്താവും ഏതാവും അങ്ങനൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അധികം വ്യൂസ് ഒന്നും ഇല്ല, വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. പിന്നെ നല്ലൊരു 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതെന്തായാലും ഇത് സന്തോഷമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് ഒരു യൂട്യൂബിലെ വീഡിയോസ് കാണുന്നല്ലാണ്ട്
അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ട് തുടങ്ങിയതൊന്നുമല്ല. ഒരു ദിവസം അങ്ങനെ തോന്നി, എന്തുകൊണ്ട് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോടാന്ന്. അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇനി എന്തതിൽ ഇടും എന്ന് തോന്നിയപ്പോ പെട്ടെന്ന് തോന്നി, ചിങ്ങ ഒന്നാദ്യമായപ്പോ എന്തായാലും ഓണമൊക്കെ ആവാതായില്ലേ, ചിങ്ങ ഒന്നായില്ലേ, ഐശ്വര്യമായിട്ട് കുറച്ച് പായസങ്ങൾ അങ്ങോട്ട് തുടങ്ങാന്ന്. ഓണക്കില്ലേ, അപ്പൊ ഓണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പായസങ്ങൾ പ്രധാനമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു 10 പായസം ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പൊ ഇതില് 7ാമത്തെ പായസമാണ് ചെയ്യുന്നത്. തിരുവോണം ആകുമ്പോഴേക്കും 10 പായസം പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നടത്തിയെടുക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. അപ്പോൾ 20 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. തുടർന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ളതൊക്കെ. എന്നാലും നമുക്ക് അറിയുള്ളൂ, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണും എന്നുള്ളതല്ലാണ്ട് ഇതിനെക്കുറിച്ച് വേറെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുടങ്ങിയതാന്ന്. അപ്പം എന്തായാലും എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയാനായിട്ട് എന്താ പറയുക, കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് പായസം എന്തായാലും നോക്കാം. ഇപ്പം നമ്മുടെ പായസം കുക്കറിൽ വെച്ചിട്ടൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്രാന്തം മൂത്ത് കുക്കർ ഓഫ് ചെയ്ത്, കുക്കറിൻ്റെ തീ ഓഫ് ചെയ്തിട്ടേ കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് തുറന്നു നോക്കി. കുറച്ചും കൂടി ആവാനുണ്ട്, ഒരു 75% മേലെ വേവായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്നും ആവാണ്ട്. ഇത് ശരിക്കും നല്ലപോലെ വേവണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിലുള്ള മധുരം ചേർക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം കൂടി അടുപ്പത്തിരിക്കട്ടെ, ഒരു 5-10 മിനിറ്റ് കൂടി അടുപ്പത്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ട് വേവിക്കുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സൈഡിലോട്ടൊക്കെ വരുന്നത് തിരിച്ചതിലോട്ട് ഞാൻ വടിച്ചിട്ടിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. നമ്മുടെ ഈ പായസം എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. നല്ലപോലെ വെന്തിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാനേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരി ഒന്ന് കലയ്ക്കും. ഒരു 5 മിനിറ്റ് കൂടി തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞല്ലോ. നമുക്കിത് ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാലും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കണം ഒരു അരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കേ. ചില അരി നല്ല വേവുള്ള അരി ആയിരിക്കും, ചില അരി പെട്ടെന്ന് വേവണ അരി ആയിരിക്കും. നമ്മുടെ കൈമയായാലും ഓരോ അരിക്കും ഓരോ വേവായിരിക്കുമല്ലോ. കൈമയായാലും ബസ്മതി ആയാലും, ചിലത് നമ്മൾ ബിരിയാണി വെക്കായാലും 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ അതിന് ധാരാളമായിരിക്കും. ചിലതിന് 1.5 ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനെടുത്താൽ പോലും ചിലപ്പോൾ തികയില്ല. ഇത്തിരി കൂടി അല്പം വെള്ളം വേണ്ടി വരും. അപ്പോൾ ഓരോ അരിക്കും ഓരോ വേവായിരിക്കും, അതിൻ്റെ ടെക്സ്ചറും മാറ്റണ്ടായിരിക്കും. അപ്പം ഓരോ അരിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ ഒരു തിക്നെസ് കൂടുതലാണെന്ന് തോന്നിക്കുകയാണെന്ന് വെച്ചാൽ ഒരല്പം കൂടിയും പാല് ചേർക്കാം. ഇപ്പം എൻ്റെ അരി എന്തോരായിന്ന് നോക്കാം. ചൂട് അരി നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർക്കാം കേട്ടോ. ഒരു 3-4 ഏലക്കായ പൊടിയാനുള്ള സൗകര്യത്തിന് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാട്ടോ. കണ്ടില്ലേ, ഇത് ഇതിലോട്ട് ചേർക്കാം നമുക്ക്. ഏലക്കയിട്ടപ്പോൾ നല്ല മണമുണ്ട്, ഏലക്കായുടെ നല്ല മണം. ഇനി നമുക്കിതിലോട്ട് അളന്ന് വെച്ച പഞ്ചസാര എടുക്കാം. മൊത്തം 1/4 കപ്പ് പഞ്ചസാരയായിരുന്നു നമുക്ക് ആവശ്യം. ഇനി 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്ത ശേഷം അതിൽ നിന്നോട്ട് കുറച്ചെടുത്തിട്ട് ഏലക്കായ പൊടിക്കെടുത്തത്. ഇനി പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് വരട്ടെ കേട്ടോ. പഞ്ചസാര അലിയനോട് കൂടിയിട്ട് നമ്മുടെ പായസം റെഡി. ശരിക്കും നോർത്ത് ഇന്ത്യൻസിന്റെ ഈ പ്രിപ്പറേഷന് നമുക്ക് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവില്ലേ, കുങ്കുമപ്പൂവും അതുപോലെ റോസ് വാട്ടറൊക്കെ വേണം. കുങ്കുമപ്പൂ മുതലാവാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി. റോസ് വാട്ടർ കയ്യിലില്ലാത്തോണ്ടും ഒഴിവാക്കി. നമുക്കിതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വക മലയാളീകരിച്ച ഒരു സംഭവത്തിന് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ മലയാളികൾ റോസ് വാട്ടർ ചേർത്തിട്ടൊന്നുമല്ലല്ലോ പലഹാരങ്ങൾ ഉണ്ടാക്കാറ്. വെറും ഏലക്കാ പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഏത് പായസമായാലും പലഹാരമായാലും ഉണ്ടാക്കാം. ഒന്ന് മലയാളീകരിക്കാം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ശീലം. എന്തൊരു ഐറ്റം കിട്ടിയാലും അത് നമ്മുടേതായ ഒരു രീതിക്ക് ഒന്ന് വളച്ചൊടിക്കണ്ടേ. അങ്ങനെ ഒന്ന് വളച്ചൊടിച്ചപ്പോൾ എന്തുണ്ടായി, സാഫ്രോണും പിന്നെ
റോസ് വാട്ടറും അതങ്ങോട്ട് വിഴുങ്ങി വേണ്ടാന്ന് വെച്ചു. അത്ര തന്നെ. അല്ല പിന്നെ കുഞ്ഞ് ഇത് മധുരം നോക്കാം. പഞ്ചസാര കലിഞ്ഞു, നല്ല തിക്കായിണ്ട്. മധുരം നോക്കാട്ടോ. നല്ല മീഡിയം മധുരം പറയാം. അത്ര തന്നെയുള്ളൂ. നല്ല മധുരം എന്ന് പറയാൻ പറ്റില്ല. ഇത് മീഡിയം മധുരം. ഇനിയിപ്പോൾ എന്താ, അടുപ്പ് ഓഫ് ചെയ്യാം. പായസം ഓൾമോസ്റ്റ് ആയി. ഈ സമയത്ത് നമുക്ക് റോസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ ഇല്ല, ഞാൻ ചേർക്കണില്ല. ഓക്കെ, നമുക്കിതിനി സർവിങ് ബൗളിലോട്ട് മാറ്റാം. എന്നൊക്കെ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് രാധക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പകർത്തിയിട്ട് രാധക്കുട്ടിക്ക് ആദ്യം കൊടുക്കാം കേട്ടോ. ഇത് നോക്കിയേ, നമ്മുടെ പായസം അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയുണ്ട്. രാധക്കുട്ടി ഒട്ടും ക്ഷമില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പായസം ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തോട്ടെ കേട്ടോ. ഇപ്പൊ രാധക്കുട്ടിക്കുള്ളത് ആദ്യം കൊടുക്കട്ടെ കേട്ടോ. എങ്ങനെ, എന്താ അഭിപ്രായം? പറയ്. സൂപ്പറായോ? ഇഷ്ടായോ? ശരിക്കും പായസം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. രാധക്കുട്ടി പറഞ്ഞ കേട്ടോ, പായസം നല്ല ക്രീമി ആയിണ്ടെന്ന്. നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് കേട്ടോ നമ്മുടെ പായസം. അപ്പൊ ഞാനും കഴിച്ചു നോക്കാൻ പോവാ. ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവാ കേട്ടോ. കൊള്ളാം, ഒരു വ്യത്യസ്ത രുചി. പിന്നെ ഇതില് പിസ്ത കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി തന്നെ. എൻ്റെ നട്ട്സില് പിസ്ത കുറവായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇതില് റോസ് വാട്ടർ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതെന്റെ ഒരു പോരായ്മയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു അല്പം നെയ്യ് ചേർക്കാം. ഇതിലൊരു അല്പം നെയ്യ് ചേർത്തേണ്ട വിരോധമൊന്നുമില്ല. അപ്പൊ ഞാനും രാധക്കുട്ടിയൊക്കെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയാം. യൂഷ്വലി നമ്മൾ കഴിച്ച് പരിചയിച്ച പായസത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് ആണ്. ഇതിൽ റോസ് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ സാഫ്രോൺ ഒക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി ഒരു ബെറ്റർ ടേസ്റ്റ് ആവും. നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ ഒരു ടേസ്റ്റ്. ഇതിലതൊന്നും ഞാൻ ചേർത്തിട്ടില്ല, എന്നാലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഒന്നുമില്ലാണ്ട് സിമ്പിളായിട്ട് കുറച്ച് നട്ട്സും പാലും പഞ്ചസാരയും കുറച്ച് അരി. നമ്മുടെ അരിപ്പായസം തന്നെ, നമ്മുടെ അരിപ്പായസത്തിൽ കുറച്ച് നട്ട്സ് ഇട്ടു, അത്രേ വ്യത്യാസം പറയാനായിട്ടുള്ളൂ. അപ്പോ പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓണക്കില്ലേ, ഓണത്തിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വെച്ചുണ്ടാക്കി നോക്ക്. അപ്പൊ ഒരു വെറൈറ്റി പായസമാവും. ഇത്രയുള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസിൽ കൂടെയാണ് എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവര് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി വേറൊരു ദിവസം വേറൊരു പായസമായിട്ട് കാണാം. അതുവരേക്ക് ടാറ്റാ, ബൈ ബൈ.